ഹായ്, നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു ബട്ടർ കുക്കീസാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ബട്ടർ കുക്കീസ് വീട്ടിൽ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 110 ഗ്രാം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 250 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റായ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഒരു മുട്ടയുടെ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇനി 7.5 ml വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ബൗളിൽ ഇട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി വേണ്ടത് 290 ഗ്രാം മൈദയാണ്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബട്ടറൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമ്മുടെ മൈദയുടെ കട്ടകളൊന്നും ഇടയ്ക്ക് വരാത്തതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അല്ല ബീറ്റർ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഈ ബാറ്റർ ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് കുറച്ചൊരു ലൂസായിരിക്കണം. അതിനുവേണ്ടി ഇതിനകത്തെ എയർ ബബിൾ എല്ലാം കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചെടുക്കാം. നമ്മൾ കുക്കീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ ബേക്ക് ആവുന്ന സമയത്ത് കുക്കീസ് വലിപ്പം വെച്ച് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കുക്കി ബാറ്റർ തന്നെ ഞാനൊരു ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ച് ഫ്രീസ് ചെയ്തതാണിത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും സ്റ്റിക്കി ആവില്ല. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ബേക്കിംഗ് ട്രേയിലോട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയ ബോൾസ് ആക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അത് ചെറിയ ചെറിയ സൈസിലാണ് ചെയ്യുന്നത്. ഇത് ബേക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലിപ്പം വെക്കും. ഈ ഒരു പരുവത്തിലാണ് വയ്ക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ അപ്പർ കോയിൽ 180 ഡിഗ്രിയിലും ലോവർ കോയിൽ 170 ഡിഗ്രിയിലും ഇട്ട് 20 മിനിറ്റാണ് ഇവിടെ ബേക്കായി കിട്ടാനായിട്ട് എടുത്ത സമയം. ഓരോ ഓവൻ്റെ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈം മാറും. ചിലപ്പം 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആവും. ഇതുണ്ടോ, ഇതിൻ്റെ ബാക്ക് വശം ഒരു ഗോൾഡൻ കളറിൽ വരും. പക്ഷേ എന്നാൽ മേളിൽ കുറച്ച് സോഫ്റ്റായ പരുവത്തിലായിരിക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് കുക്കി ആയിരിക്കും. കുക്കീസ് ഒരിക്കലും ചൂടോടുകൂടി സെർവ് ചെയ്യരുത്. നല്ലപോലെ തണുത്തതിന് ശേഷമേ സെർവ് ചെയ്യാവൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.